കുറച്ച് റൂൾസ് ഉണ്ട് മകൾ. ഇത്രേ ഉള്ളൂ. നമ്മുടെ അമ്മ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തരാം, നിങ്ങളോട് കടയിൽ പോയിട്ട് വാങ്ങിക്കാനുള്ള ഒരു ലിസ്റ്റ് തരാം. അമ്മേൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റും നമ്മുടെ സെറ്റും തമ്മിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെയിം ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. ഓക്കെ, സെയിം ആയിട്ട് മക്കളെ, അമ്മ പറയാണ് മുട്ട വാങ്ങിക്കണമെന്ന്. ഓക്കെ, അമ്മ പറയാണ് മുട്ട വാങ്ങിക്കണമെന്ന്. മുട്ട വാങ്ങിക്കണം ചിലപ്പോൾ 5, 10, 20 ആയിരിക്കും. അമ്മ മുട്ട 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 എന്ന് എഴുതുമോ? എപ്പോഴെങ്കിലും മുട്ട 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 എന്ന് എഴുതുമോ? ഇല്ല. അപ്പൊ അമ്മ ഇവിടെ ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്യില്ല, എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അടുത്തത് അത് അമ്മ ലിസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് നോക്കിയേ. അപ്പൊ നമ്മളൊരു കടയിൽ പോയി, ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് തക്കാളിൻ്റെ കായോടെ പോയി തക്കാളി വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് സവാള വാങ്ങിച്ചു. ഓക്കെ മക്കളെ, അമ്മ പറയാണ് തക്കാളി സവാള വാങ്ങിച്ചു. നമ്മൾ അതിന് പകരം സവാള ആദ്യം വാങ്ങിച്ചു, പിന്നെ തക്കാളി വാങ്ങിച്ചാൽ എന്തേലും പ്രശ്നമുണ്ട്? മക്കളെ, തക്കാളി സവാള വാങ്ങിക്കുന്നതിന് പകരം സവാള തക്കാളി വാങ്ങിച്ചാൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഇവനും നമ്മൾ അമ്മ പറഞ്ഞ ഇത് വാങ്ങിക്കാം, പക്ഷെ നമ്മൾ ഇത് വാങ്ങിച്ചു, പ്രശ്നമുണ്ടോ? അമ്മ ചീത്ത പറയോ? നീ എന്താണ് തക്കാളി സവാള വാങ്ങിക്കാതെ സവാളയും തക്കാളി വാങ്ങിച്ചെന്ന് പറയോ? പ്രശ്നമല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സാധനം വാങ്ങിക്കുന്നതിന്റെ ഓർഡർ കുഴപ്പമല്ല, ഓർഡർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ സാധനം വാങ്ങിക്കുന്നതിന്റെ ഓർഡർ കുഴപ്പമില്ല അല്ലേ? ഓർഡർ കുഴപ്പമില്ല. അപ്പം നമ്മൾ ആദ്യം മീൻ വാങ്ങിച്ചു, പിന്നെ ചക്ക വാങ്ങിച്ചു, പിന്നെ തേങ്ങ വാങ്ങിച്ചു, കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഓർഡറിൽ വാങ്ങിക്കാം. അപ്പം നമ്മുടെ സെറ്റിനും സെയിം റൂൾസ് ആണ്.